എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോഫോറി മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ബന്ധത്തിലേക്ക് പരിപൂർണമായി വരാതിരിക്കാൻ കഴിയാതെ നിങ്ങളുടെ വ്യക്തിയെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത് എന്താണ്, ഈ തടസ്സങ്ങൾ എപ്പോൾ അവസാനിക്കും എന്നുള്ളതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് 2 ഫയലുകൾ നൽകിയിരിക്കുന്ന 2 ഫയലുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഫയൽ തിരഞ്ഞെടുക്കുക. അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. നമുക്ക് ഒന്നാമത്തെ ഫയൽ നോക്കാം. 564 എന്ന സംഖ്യയാണ് ഫയല്. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിൽ നിങ്ങളിലേക്ക് എത്താൻ കഴിയാതെ ആ വ്യക്തിയെ തടഞ്ഞു നിർത്തുന്നത് ആര് എന്നുള്ള ഒരു ചോദ്യമാണ് നമ്മളോട് ഉന്നയിക്കുന്നത്. ഒന്നാമത്തെ ഫയൽ സെലക്ട് ചെയ്തവരുടെ റീഡിംഗാണ് നാം ആദ്യം പറയുന്നത്. നിങ്ങളെ സമ്പൂർണ്ണമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു അത്. പക്ഷെ ആ വ്യക്തിയെ നിങ്ങളിലേക്ക് അടുപ്പിക്കുന്നില്ല ചിലർ. നിങ്ങളെക്കുറിച്ച് ഒരുപാട് പേർ, 1-2 പേരല്ല, നിരവധി പേർ ആ വ്യക്തിയിൽ വളരെ മോശപ്പെട്ട അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അവരത് സംഘടിതമായിട്ട് നിങ്ങളെ മോശമാക്കാനാണ് ശ്രമിക്കുന്നത്. നിങ്ങളൊരു രീതിയിലും രക്ഷപ്പെടുത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊരു ചെറിയ തെറ്റ് പറ്റിയാൽ അത് വലുതാക്കി കാണിക്കുകയും നിങ്ങൾ ശരി ചെയ്യുകയും ഈ പറഞ്ഞ ആളുകൾക്ക് തന്നെ നന്മ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാലും അതെല്ലാം മറച്ചു വെക്കുകയും ചെയ്യുന്നൊരവസ്ഥ. അങ്ങനെ ഏതെല്ലാം വഴികളിലൂടെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ പറ്റുമോ ആ വഴികളൊക്കെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന കുറേ ആളുകളെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും നിങ്ങളെ ബുദ്ധിമുട്ടിക്കുക, നിങ്ങളെ ഇല്ലാതാക്കുക, നിങ്ങൾക്ക് പ്രതിസന്ധി ഉണ്ടാക്കുക, ഇതൊക്കെ തന്നെയാണ് അവരുടെ ലക്ഷ്യം. അവരൊരിക്കലും നിങ്ങളെ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾക്കുണ്ടാകുന്ന നന്മ, നിങ്ങൾക്കുണ്ടാകുന്ന മുന്നേറ്റം, ഇതൊന്നും അവർക്കിഷ്ടമില്ല. അവർ കേവലം അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്ന ഒരാളായിട്ട് മാത്രമേ നിങ്ങളെ കണ്ടിട്ടുള്ളൂ. അത് നേടിയെടുക്കാൻ വേണ്ടി മാത്രം നിങ്ങളോടൊപ്പം നിൽക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കായി ഒന്നും വേണ്ട, നിങ്ങൾക്കായി ഒന്നും നൽകാതെ, നിങ്ങൾക്കായി ഒന്നും സമ്മാനിക്കാതെ നിങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കുന്നു. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിൽ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ വലിയ ഇഷ്ടമാണ്, ഇപ്പോഴും ഇഷ്ടമാണ്. പക്ഷേ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അതിൻ്റെ ഇടയിൽ ഉണ്ടാക്കിയ ആ ബന്ധത്തിൻ്റെ മാധുര്യം, ഒരുപക്ഷെ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ഏറ്റവും അടുത്ത ആളായിരിക്കാം ഈ പറയുന്ന വ്യക്തികൾ. അവർ അതിനുവേണ്ടി ശ്രമിക്കുകയാണ്. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിന് അവർ തടസ്സപ്പെടുത്തുകയാണ്. പക്ഷെ അധികകാലം അത് ഓടില്ല അവരുടെ പ്രവർത്തനങ്ങൾ. കാരണം ഇതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഒരാൾക്കെതിരെ കിംവദന്തികളും മറ്റും പുറപ്പെടുവിച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന അവസ്ഥ. ഇതിനെല്ലാം തീർച്ചയായിട്ടും ഒരു പരിധിയുണ്ട്. ആ പരിധി വിട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം മാറ്റം ഉണ്ടാവും. നിങ്ങളിലേക്ക് ആ വ്യക്തി എത്തും. ആ വ്യക്തിക്ക് നിങ്ങളിലേക്ക് എത്താതിരിക്കാൻ കഴിയില്ല. അതിൻ്റെ സൂചകങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയും. ആർക്കും തകർക്കാൻ കഴിയാത്ത രീതിയിൽ നിങ്ങളുടെ ബന്ധം വളരുകയും ചെയ്യും. അതായത് രണ്ടാമത്തെ ഫയല് സ്വീകരിച്ച ഒരു റീഡിംഗാണ് പറയുന്നത്. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, ഇപ്പോഴും ഇഷ്ടമാണ്. പക്ഷെ ആ ഇഷ്ടം കുറയുന്നുണ്ട്. ഇഷ്ടം കുറയാൻ കാരണം ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ ചില ബന്ധങ്ങളാണ്. ആ വ്യക്തി ചിലരെ അന്യായമായി, അനാവശ്യമായി വിശ്വസിക്കുന്നു. അങ്ങനെ അത്തരത്തിലുള്ള ബന്ധങ്ങൾ നിമിത്തം ആ വ്യക്തിയുടെ ജീവിതത്തിൽ തടസ്സങ്ങളുണ്ടാവുന്നു. നിങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട് ആ വ്യക്തി ഒരിക്കലും അനുവദിക്കാത്ത ചിലരാണ്. പക്ഷെ ആ വ്യക്തി അതിനെയൊക്കെ എടുത്ത് തലയിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അനാവശ്യമായിട്ട് ആ വ്യക്തിക്ക് ഒരാവശ്യമില്ലാത്ത ചില ബന്ധങ്ങളാണ്. പക്ഷേ എന്തൊക്കെയോ ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ആ വ്യക്തിയെ ഒറ്റക്കാക്കിയതിൻ്റെ കാരണമാകാം. നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും ഇല്ലാത്ത സാഹചര്യം ഉണ്ടാകാം. എങ്ങനെയാണെങ്കിലും അനാവശ്യമായ ചില ബന്ധങ്ങൾ ആ വ്യക്തി തുടരുന്നു. ആ വ്യക്തിയുടെ മനസ്സിൽ തട്ടിയ ബന്ധമൊന്നുമല്ല. ആ വ്യക്തിയെ ഒരുപക്ഷെ ട്രാപ്പിലാക്കുന്നതുമാകാം. 1 പറഞ്ഞ് 2 പറഞ്ഞ് അവർ മാന്യന്മാരും അല്ലെങ്കിൽ അവർ നല്ല ആളുകളുമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതോടൊപ്പം തന്നെ നിങ്ങൾ മോശമാണെന്ന് അവരവരുടെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു വരുത്തുന്നുണ്ട്. അത് നിങ്ങളെ ബാധിക്കുന്നുണ്ട്, നിങ്ങളുടെ മനസ്സിന് വിഷമമുണ്ടാക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങളുടെ മനസ്സിന് വിഷമമുണ്ടാക്കുന്ന അത്തരം കാര്യങ്ങൾ അത്
തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതാണ്. ആ വ്യക്തി അത് മനസ്സിലാക്കേണ്ടതാണ്. ആ വ്യക്തിക്ക് നിങ്ങളോടല്ല ഇപ്പോൾ കാര്യങ്ങൾ, രഹസ്യങ്ങൾ തുറന്നു പറയുന്നത്, വിശ്വസിക്കുന്നത്. താൽക്കാലികമായി വന്ന ചില ആളുകളാണ്. അവരാണെങ്കിൽ നിങ്ങളുടെ വ്യക്തിയെ അന്യായമായി സ്വാധീനിക്കാൻ ശ്രമിക്കുകയാണ്, അവരുടെ കാര്യങ്ങൾ നേടാൻ. പക്ഷേ ഒരു വലിയ പ്രതിസന്ധിയിൽ നിങ്ങളുടെ വ്യക്തി എത്തും, ഒട്ടും താമസിയാതെ തന്നെ. കാരണം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് ആ വ്യക്തി മുന്നോട്ട് പോകുന്നത്. അത് ആ വ്യക്തിക്ക് സഹിക്കാൻ കഴിയുന്നതിലപ്പുറത്തായിരിക്കും. അത് തന്നെയാണ് ഇനി നടക്കാൻ പോകുന്നത്. ആ ഘട്ടം കഴിയുമ്പോൾ നിങ്ങളെ മനസ്സിലാക്കും. ഒരുപക്ഷെ നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ ആ ഒരു വലിയ പ്രതിസന്ധി ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് മാറാനൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷേ അത് നിങ്ങളിലേക്ക് ആ വ്യക്തി കൂടുതൽ അടുക്കുന്നതിന് നിമിത്തമാകാനുള്ളതാണ്. അത് ആർക്കും മാറ്റാൻ കഴിയില്ല. ആ വ്യക്തിയുടെ ചിന്തയില്ലാത്ത, ബുദ്ധിയില്ലാത്ത പ്രവർത്തനങ്ങൾ കൊണ്ട് ഉണ്ടായതുമാണ്. അത് അങ്ങനെ സംഭവിക്കുക തന്നെ ചെയ്യും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ ഈ ഫയലിൽ പറഞ്ഞതുപോലെ തന്നെ ആ വ്യക്തി തിരിച്ച് നിങ്ങളുടെ സ്വന്തം ആയി മാറും. അതിനുവേണ്ടിയാണ് ആ വ്യക്തിയുടെ മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടാകാൻ പോകുന്നത്. അല്ലാതെ ആ വ്യക്തിക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകില്ല. അതോർത്ത് നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങളിലേക്ക് എത്താത്തതിനൊരു ചെറിയ പണിഷ്മെൻ്റ് ആ വ്യക്തിക്ക് അതിൽ നിന്ന് ലഭിക്കുമെന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത്.